कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 192. ഭഗവാന്റെ സതീർത്ഥ്യ സ്നേഹത്തിന്റെ ഈ കഥ ശ്രവിക്കുന്ന ഏവർക്കും ഭഗവത് പ്രേമമുണ്ടാവും എന്ന് മാത്രമല്ല, ലൗകിക കർമ്മഫലങ്ങൾ അവരെ തീണ്ടുന്നതല്ല എന്ന മുഖവുരയോടെ ശുകമുനി ശ്രീകൃഷ്ണൻ കുചേലനോട് കാട്ടിയ സ്നേഹത്തിന്റെ കഥ തുടർന്നു. തന്റെ ചെങ്ങാതിയെ ആദരിച്ച് സൽക്കരിച്ച് തനിക്കൊപ്പം പട്ടുമെത്തയിൽ ഇരുത്തി ശ്രീകൃഷ്ണൻ ഇപ്രകാരം ആരാഞ്ഞു: പ്രിയമിത്രമേ, എത്രയായാലും എനിക്കായി എന്തെങ്കിലും അങ്ങ് വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടാവും. പറയൂ, എനിക്കായി എന്ത് സമ്മാനവും കൊണ്ടാണ് അങ്ങ് വന്നിട്ടുള്ളത്? ഭഗവത് ചിന്തയില്ലാത്തവർ പ്രകടനപരതയ്ക്കായി സമർപ്പിക്കുന്ന വിലപിടിച്ചതും പൊങ്ങച്ചമേറിയതുമായ സമ്മാനങ്ങളിലൊന്നും എനിക്ക് തീർത്തും താൽപ്പര്യമില്ല. എന്നാൽ അതേസമയം എന്റെ സദ്ഭക്തനിൽ നിന്നും ഒരിലയോ പൂവോ പഴമോ അല്ലെങ്കിൽ അല്പം ജലമോ കിട്ടിയാൽ ഞാൻ സംപ്രീതനായി. എവിടെ, എന്താണങ്ങ് കൊണ്ടുവന്നിരിക്കുന്നത്? ശുകമുനി തുടർന്നു: സർവ ഐശ്വര്യങ്ങൾക്കും നടുവിൽ സ്വർലോകതുല്യമായ ആഹാരനീരാദികൾ ആസ്വദിച്ച് കഴിയുന്ന കണ്ണനായി താൻ കൊണ്ടുവന്ന ചെറിയ അവിൽപ്പൊതി പുറത്തെടുക്കാൻ കുചേലന് മടി തോന്നി. ഇത് കണ്ട ഭഗവാൻ മന്ദഹസിച്ചു. തന്റെ ദരിദ്ര സുഹൃത്തിനെ സമ്പത്തും സൗഭാഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കാനുള്ള വ്യഗ്രത കൊണ്ട് കൃഷ്ണൻ കുചേലന്റെ മടിയിൽ നിന്നും അവിൽപ്പൊതി ബലമായി പിടിച്ചുവാങ്ങി. ആഹാ, ഇതാണെനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞ് കൃഷ്ണൻ ആ അവിൽ വാരി തിന്നാൻ തുടങ്ങി. മറ്റൊരു പിടികൂടി വാരി വായിലിടാൻ തുടങ്ങുമ്പോൾ രുക്മിണി അദ്ദേഹത്തെ തടഞ്ഞു. കൃഷ്ണൻ ഈ ലോകസമ്പത്ത് മുഴുവൻ ഒരു പിടി അവിലിന് പകരമായി നൽകിക്കഴിഞ്ഞിരുന്നു. ഇനി ഒരു പിടി കൂടെ കൃഷ്ണൻ കഴിച്ചാൽ എല്ലാ ഐശ്വര്യത്തിന്റെയും ഉറവിടമായ താൻ കൂടി കുചേലന്റെ ദാസിയായി പോകേണ്ടി വരും എന്ന് തിരിച്ചറിഞ്ഞാണ് മഹാലക്ഷ്മിയുടെ അവതാരമായ രുക്മിണി ഭഗവാന്റെ കൈപിടിച്ച് തടഞ്ഞത്. കൃഷ്ണനുമായി ആ രാത്രി പഴയ കഥകൾ പറഞ്ഞും ഭഗവാന്റെ പരമാനന്ദ സാമീപ്യാനുഗ്രഹം നുകർന്നും കുചേലൻ കൊട്ടാരത്തിൽ കഴിഞ്ഞു. കുറേ കാലം തന്റെയൊപ്പം കഴിഞ്ഞ ശേഷം പോരെ മടങ്ങുന്നത് എന്ന് ശ്രീകൃഷ്ണൻ നിർബന്ധിച്ചിട്ടും തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ഭയക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം രാവിലെ സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിലാകെ ഭഗവാന്റെ ഭക്തപ്രേമം, വിനയം, സൗഹൃദം എല്ലാറ്റിനെയും പറ്റിയോർത്ത് ആനന്ദത്തിൽ മുഴുകി കുചേലൻ നടന്നു. പെട്ടെന്ന് അദ്ദേഹം ഓർമ്മിച്ചു തന്റെ ഭാര്യയുടെ വാക്കുകൾ. ലക്ഷ്മീപതിയായ ഭഗവാനെ കണ്ട് തന്റെ കുടുംബത്തിന്റെ ശോച്യാവസ്ഥ അറിയിക്കുക, ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുക, ഇതാണല്ലോ ഭാര്യ പറഞ്ഞുവിട്ടിരുന്നത്. എന്നാൽ ഭഗവാനെ അടുത്തു കണ്ട ആനന്ദത്താൽ താനൊന്നും ചോദിച്ചതുമില്ല. തന്റെ അവസ്ഥ കണ്ടിട്ടും ഭഗവാൻ ഒന്നും തന്നയച്ചതുമില്ല. അങ്ങനെ ഒരു മാത്ര വിഷമിച്ചു നിന്നു. എങ്കിലും പെട്ടെന്ന് തന്നെ സ്വയം പറഞ്ഞു: കൃഷ്ണൻ എനിക്ക് സമ്പത്തൊന്നും തന്നനുഗ്രഹിക്കാത്തത് നല്ലത് തന്നെ. എന്നെപ്പോലെ ദരിദ്രനായൊരുവനെ സമ്പത്ത് തന്നനുഗ്രഹിച്ചാൽ ഞാൻ അദ്ദേഹത്തെ മറക്കാനിടയായേക്കും. എന്നാൽ ഋഷിമാർക്ക് പോലും അപ്രാപ്യമായ ഭഗവത് സാമീപ്യം അറിഞ്ഞ എന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ മറ്റാരുണ്ട്? ധന്യമായ ഈ അനുഭവത്തേക്കാൾ വലുതായി എന്താണ് നേടാനുള്ളത്? എങ്കിലും വിശന്നു വലഞ്ഞിരിക്കുന്ന ഭാര്യയോടും മക്കളോടും എന്ത് മറുപടി പറയും എന്ന് സംഭ്രമിച്ച് കുചേലൻ തന്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടമാകെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടൊരു കൊട്ടാരമായിരിക്കുന്നു. കല്ലുകളും മുത്തുകളും രത്നങ്ങളും പതിച്ച, ആനക്കൊമ്പും സ്വർണവും കൊണ്ട് അലങ്കരിച്ച കമനീയമായൊരു കൊട്ടാരം. ചിത്രപ്പണികളുള്ള ദീപസ്തംഭങ്ങളിൽ നിന്നും തൂക്കിയിട്ട രത്നങ്ങളിൽ നിന്നും പ്രഭ പരന്നു. ചുവരുകൾ സ്ഫടിക നിർമ്മിതം. വീട്ടിലെ സ്ത്രീകൾ വിലയേറിയ ആടയാഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം
കൃഷ്ണന്റെ അനുഗ്രഹം മാത്രമാണെന്ന് കുചേലൻ മനസ്സിലാക്കി. എന്തത്ഭുതം! അദ്ദേഹം ആലോചിച്ചു. ഇതൊന്നും അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. ദാനം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നവന്റെ അഭിമാനത്തിന് ചെറിയ പോറൽ പോലും ഉണ്ടാവാതെ ദാതാവ് ശ്രദ്ധിക്കണം എന്നതിന് ഇതിലും നല്ല ഉദാഹരണമെവിടെ? അദ്ദേഹം എന്തെല്ലാം അനുഗ്രഹമാണ് ഇപ്പോൾ തന്നയച്ചിരിക്കുന്നത്! താൻ ഭഗവാനായി കൊണ്ടുപോയ തുച്ഛമായ അവിൽപ്പൊതിയിൽ എന്താണുണ്ടായിരുന്നത്? പകരം അദ്ദേഹം തന്നതു നോക്കൂ. എന്നേക്കും അവിടുത്തെ ഭക്തനായും സുഹൃത്തായും സേവകനായും ജന്മജന്മാന്തരങ്ങൾ കഴിയാനിടവരട്ടെ. ഭഗവാന് തീർച്ചയായും എന്റെ ഭക്തന് സമ്പത്ത് അനുഗ്രഹമായി നൽകാൻ കഴിയും. എന്നാൽ ആ അനുഗ്രഹം ഒരു ശാപമായി ചിലപ്പോൾ മാറിയേക്കാം. എന്നുള്ളതുകൊണ്ട് സുഖസമ്പത്തുകളിൽ ആസക്തനാവാതെ ജീവിച്ച് അനുദിനം തന്റെ ഭക്തി വളർത്തി അദ്ദേഹം സുഹൃതം നേടി. ഈ കഥ സ്മരിക്കുന്നവനെ ലൗകിക ജീവിതത്തിൽ നിറവ് ലഭിക്കും എന്ന അരുളപ്പാടോടെ ശുകമുനി തുടർന്നു. അക്കാലത്തൊരിക്കൽ മുൻപെങ്ങും ഉണ്ടാവാത്തത്ര ഘോരമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. അത് സംബന്ധിച്ച തീർത്ഥസ്നാനത്തിനായി പൂർണ്ണ സൂര്യഗ്രഹണാവസരത്തിൽ സ്യമന്തക പഞ്ചകം എന്ന സ്ഥലത്ത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ ഒത്തുചേർന്നു. പണ്ട് ദുഷ്ടരാജാക്കന്മാരെ വധിച്ച് ഭൂമിഭാരം കുറച്ച് 5 തടാകങ്ങളിലായി പരശുരാമൻ രക്തം നിറച്ച പുണ്യസ്ഥലമായിരുന്നു ഇവിടം. യാദവകുലവും ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവിടെ സന്നിഹിതരായി. എല്ലാവരും എത്തിച്ചേർന്നതോടെ അവിടെയെങ്ങും ഉത്സവഛായ പടർന്നു. പാരമ്പര്യമനുസരിച്ച് പുണ്യതീർത്ഥത്തിൽ മുങ്ങി അവർ ഭഗവാനെ പൂജിച്ചു. ഉത്സവ വിവരമറിഞ്ഞ് വൃന്ദാവനത്തിൽ നിന്നും ഗോപന്മാരും ഗോപികമാരും സ്യമന്തക പഞ്ചകത്തിലെത്തിച്ചേർന്നു. നന്ദഗോപന്റെ നേതൃത്വത്തിലാണ് അവിടെ ഗോപപാലകർ എത്തിയത്. മാത്സ്യം, കോസലം, വിദർഭ എന്നിങ്ങനെ പല രാജ്യക്കാരും അവിടെ എത്തി. ഹസ്തിനപുരത്തുനിന്നും കൗരവരും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പാണ്ഡവരും എത്തിച്ചേർന്നു. തികച്ചും ഹൃദയഹാരിയായിരുന്നു വൃന്ദാവനത്തിലെ യാദവരും ദ്വാരകാ നിവാസികളും തമ്മിൽ കണ്ടുമുട്ടിയ രംഗങ്ങൾ. യാദവ സ്ത്രീകളും ഗോപികമാരും പരസ്പരം സ്വാഗതമോദി. അന്തരീക്ഷം മുഴുവൻ ഭഗവത് പ്രേമത്തിന്റെ പരിവേഷത്തിലായിരുന്നു. എല്ലാവരും ശ്രീകൃഷ്ണനെപ്പറ്റി സംസാരിച്ചു. പല രാജാക്കന്മാരും ഭരണസാരഥികളും യാദവരെ പുകഴ്ത്തി സംസാരിച്ചു. ഇഹലോകത്തിലെ ജനങ്ങളിൽ നിങ്ങളാണ് ഏറ്റവും അനുഗ്രഹീതർ. ഏതു ഭഗവാന്റെ ഒരേയൊരു ദർശനത്തിനായി യോഗീവര്യന്മാർ ആഗ്രഹിക്കുന്നുവോ ആ ഭഗവാൻ നിത്യവും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഭഗവാനുമായി രക്തബന്ധം പോലുമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, അദ്ദേഹത്തെ തൊടുന്നു. ഒരേയൊരു തവണ ദർശനഭാഗ്യം ലഭിച്ചാൽ തന്നെ സായുജ്യം ലഭിക്കുന്ന ആ ഭഗവാന്റെ കൂടെ നിങ്ങൾ എപ്പോഴും കഴിയുന്നു. വൃന്ദാവനത്തിൽ നിന്നും നന്ദഗോപരും ഗോപസ്ത്രീകളും സ്യമന്തക പഞ്ചകത്തിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് വാസുദേവൻ തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒപ്പം കൂട്ടി അവരുടെ അരികിലേക്ക് എത്തി. നന്ദഗോപരെയും യശോദയെയും കണ്ട ശ്രീകൃഷ്ണനും ബലരാമനും ഓടിയടുത്തെത്തി അവരെ സാഷ്ടാംഗം പ്രണമിച്ചു. മാതാപിതാക്കളുടെ ആലിംഗനം ഏറ്റ് അവർ ആനന്ദാശ്രു പൊഴിച്ചു. പരസ്പര സ്നേഹം തിളങ്ങിയ ആ രംഗം കണ്ടുനിന്നവർ പോലും കരഞ്ഞുപോയി. രോഹിണിയും ദേവകിയും യശോദയുടെ അടുത്തെത്തി കൂപ്പുകൈകളോടെ ഇപ്രകാരം പറഞ്ഞു: അനുജത്തി, ഇവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കുട്ടികൾ തന്നെയാണ്. പ്രസവിച്ചു എന്ന ഒരു അവകാശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതല്ലാതെ എന്തുകൊണ്ടും ഇവർ നിന്റെ മാത്രം മക്കളാണ്. ഈ മക്കളെ എത്ര നന്നായാണ് നീ നോക്കി വളർത്തിയത്. എത്രയും വാത്സല്യം നീ അവർക്ക് എപ്പോഴും നൽകി. വിജ്ഞാനത്തിലും ആരോഗ്യത്തിലും സ്വസ്വഭാവത്തിലും എല്ലാം അവർ ലോകം മുഴുവൻ മാതൃകയാണ്. എങ്കിൽ അതിന്റെ എല്ലാ ബഹുമാനവും അനുജത്തി നിങ്ങൾ ഒറ്റ ഒരാളാണ് അർഹിക്കുന്നത്. സ്വന്തം കണ്ണിലെ കൃഷ്ണമണികൾ പോലെ സൂക്ഷിച്ച് നീ അവരെ വളർത്തുക തന്നെ ചെയ്തു. കംസനെ ഭയപ്പെട്ട കാലമാണെങ്കിൽ പോലും ഒരു നിമിഷം പോലും നീ ഇവരെ കൈവെടിഞ്ഞില്ല. എന്തെല്ലാം ആപത്തുകളാണ് ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. എത്രയെല്ലാം കഷ്ടങ്ങളാണ് ഇവരുടെ വികൃതി കൊണ്ട് അവിടെ ഉണ്ടായത്. എങ്കിലും എപ്പോഴും വാത്സല്യത്തിന്റെ നിറകുടമായിരുന്നു അനുജത്തി. ഞങ്ങൾക്ക് നന്ദി പറയാൻ വയ്യ. കാരണം ഇവർ നിന്റെ മക്കളാണ്. പിന്നെന്തിനാണ് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നത്?
രോഹിണിയുടെയും ദേവകിയുടെയും വാക്കുകൾ കേട്ട് യശോദയുടെ കണ്ടമിടറി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജ്ഞിമാരെ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എത്രയോ വലിയ ബഹുമതിയാണ്. ഒരിക്കലും നിങ്ങൾ എന്നോട് നന്ദിയൊന്നും പറയരുത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ. ഇവരെ വളർത്തുക എന്നതായിരുന്നു എൻ്റെ ജന്മദൗത്യം തന്നെ. ഇവരെന്റെ തന്നെയാണ്. നിങ്ങളോട് എനിക്കാണ് കൃതജ്ഞത ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെ രണ്ടു മക്കളെ വളർത്തി വലുതാക്കാനുള്ള ഭാഗ്യം ഭഗവാനും നിങ്ങളും എനിക്ക് നൽകിയല്ലോ. എത്രയേറെ അളവില്ലാത്ത സന്തോഷമാണ് ഇവർ എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് ഞാൻ എങ്ങനെയാണ് വിവരിക്കേണ്ടത്? ഓരോ ദിവസവും ഞാൻ അനുഭവിച്ച ആഹ്ലാദത്തിന് ഞാൻ ഇപ്പോഴും ഓരോ നിമിഷവും നന്ദി പറയുകയാണ്. ഇപ്പോൾ അവർ അവിടെയാണ്, ദ്വാരകയിലാണ് താമസിക്കുന്നത്. എന്നാൽ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മക്കളെ പിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവർ എൻ്റെ ചുറ്റുമുണ്ട്, ഒരു കൈപ്പാടകലെ എന്നോണം, കുസൃതിയും വികൃതിയും സ്നേഹവുമായി. അവരെ ഞാൻ മറന്നിട്ടില്ല, അവർ എന്നെയും മറന്നിട്ടില്ല എന്നെനിക്കറിയാം. ഗോപികമാർ കൃഷ്ണപ്രേമസാഗരത്തിൽ നീന്തി ഭഗവാനെ വീണ്ടും വീണ്ടും കണ്ണുകളിലൂടെ ഹൃദയത്തിൽ നിറച്ച് ഭഗവാനുമായി ഒന്നുചേർന്നു. മധുരമായ ആ മന്ദഹാസം കണ്ടപ്പോൾ തന്നെ അവരുടെ പരിഭവമത്രയും അലിഞ്ഞുപോയി. പഴയതുപോലെ കണ്ണനെ അടുത്തു കാണാനും ആലിംഗനം ചെയ്യുവാനും അവർ കൊതിച്ചു. കൃഷ്ണനും അവരെ രഹസ്യമായി സന്ധിച്ചു. ഭഗവാനാണ് ആളുകളെ അടുപ്പിക്കുന്നതും അകറ്റുന്നതും. നിങ്ങൾക്കെന്നോട് പരമമായ പ്രേമമുള്ളതിനാൽ നിങ്ങൾ അനുഗ്രഹീതരത്രേ. കാരണം എന്നെ പ്രേമിക്കുന്നത് അമരത്വത്തിലേക്കുള്ള പാതയത്രേ. ഭാഗ്യം കൊണ്ട് നിങ്ങൾ ആ പ്രേമം വളർത്തിയെടുത്തിരിക്കുന്നു. ഞാൻ എല്ലാറ്റിൻ്റെയും ആത്മസത്തയത്രേ. ഞാൻ അവയുടെ ആദിയും ജീവിതവും ലക്ഷ്യവുമത്രേ. എല്ലാ ജീവജാലങ്ങളുടെയും സത്ത ആത്മാവും ശരീരം അതിനെ പൊതിയുന്ന വസ്ത്രവുമത്രേ. ഞാൻ ഇവയ്ക്കെല്ലാം അതീതനാണ്. എന്നാൽ നിങ്ങളെല്ലാം എന്നിലാണ് നിലകൊള്ളുന്നത്. ഭഗവാന്റെ ഈ മഹാസന്ദേശം ധ്യാനിച്ച് ഗോപികമാർ സായുജ്യം പ്രാപിച്ചു. തുടർന്നും ഭഗവത് പ്രേമത്തിൽ വിരാജിക്കാനിടവരണമെന്ന് അവർ പ്രാർത്ഥിച്ചു. കുന്തിദേവിയും വസുദേവരും തമ്മിൽ വീണ്ടും കണ്ടതായിരുന്നു മറ്റൊരു സംഭവം. ആ കഥ നാളെ.